കണ്ണൂർ വിഷൻ ചാനലിൻ്റെയും COAയുടെയും ആസ്ഥാന മന്ദിരങ്ങളായ കണ്ണൂർ വിഷൻ ടവറും COA ഭവനും ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവരെ സംബന്ധിച്ചു. കണ്ണൂർ നഗരത്തിൽ പുതിയതായി നിർമ്മിച്ച കണ്ണൂർ വിഷൻ ടവറും COA ഭവനും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 1.5 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തനത്തിനിടെ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രധാന ചാനലായി മാറാൻ കണ്ണൂർ വിഷൻ സാധിച്ചു. പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം പൊതുവെ ആളുകൾക്ക് ഉണ്ടാകും. ഇന്ന് പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയകൾ പോലും കൊച്ചു കൊച്ചു വാർത്തകളെ തേടിപ്പോകുന്ന ഒരു കാലമാണ്. കാരണം ഓരോരുത്തർക്കും പ്രാദേശികമായ വിഷയങ്ങൾ അറിയാൻ താല്പര്യം പൊതുവെ വരും. പ്രാദേശിക സംഭവ വികാസങ്ങളെ അറിയാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന മാധ്യമമാണ് കണ്ണൂർ വിഷൻ. വാർത്തയിലും മറ്റു പരിപാടികളിലും ഇനിയും നല്ല നിലയിൽ കണ്ണൂർ വിഷന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ പുതിയ കെട്ടിടം ആ നിലയിൽ കണ്ണൂർ വിഷന്റെ പ്രവർത്തനം വിപുലീകരിക്കപ്പെടുന്നതിന് കാരണമായി മാറും എന്ന് കരുതുന്നു. നമ്മുടെ രാജ്യത്ത് 4th എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് മാധ്യമങ്ങൾ. സത്യസന്ധമായ വാർത്താ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. വാർത്തകൾക്കായി ആശ്രയിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. PDICയുടെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും KV സോളാർ പദ്ധതി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും നിർവഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായിരുന്നു. KV സുമേഷ് MLA, കണ്ണൂർ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, കൗൺസിലർ പ്രകാശൻ പയ്യനാടൻ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസൻ, മലയാളി സമാജം ഇന്തോനേഷ്യ പ്രസിഡന്റ് ബെന്നി വാഴപ്പള്ളി, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, ന്യൂസ് മലയാളം 24 ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ്, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB, കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി MR രജീഷ് എന്നിവർ പ്രസംഗിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ, രാജ്മോഹൻ മാമ്പ്ര, സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ അനിൽ മംഗലത്ത്, COA കണ്ണൂർ ജില്ലാ ട്രഷറർ AV ശശികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K സജീവ് കുമാർ, NK ദിനേശൻ, P ശശികുമാർ, PDIC MD KO പ്രശാന്ത്, കണ്ണൂർ വിഷൻ MD KK പ്രദീപൻ, KTS MD വിനയകുമാർ എന്നിവർ സംബന്ധിച്ചു. COA കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസും സ്റ്റുഡിയോയും, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ സക്സസ് സ്റ്റോറി 100ാം എപ്പിസോഡ് ആഘോഷം ഫിയസ്റ്റ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വിഷൻ മുഖപരാവശ്യമില്ലാത്ത ചാനലാണെന്നും കണ്ണൂരിൻ്റെ തിലകക്കുറിയായി ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്നും മന്ത്രി ആശംസിച്ചു. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പുതിയ ലോഗോ മുൻ മന്ത്രി EP ജയരാജൻ പ്രകാശനം ചെയ്തു. സക്സസ് സ്റ്റോറി 100 എപ്പിസോഡുകൾ പിന്നിടുന്ന അഭിമാനകരമാണെന്നും കണ്ണൂർ വിഷൻ ചാനലിന് കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്നും EP ജയരാജനും ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കുമ്പിട്ടു നീ സ്നേഹിച്ചാലും കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ഹലോ, ഞാൻ കർത്ത. താൻ കർത്തോന്ന് എനിക്കെങ്ങനെ അറിയാം? ഇന്നിപ്പോൾ ബന്ധത്താൻ അതല്ല, ഞാൻ ആമം കർത്ത. ഹലോ, ഞാൻ ഭാഷയാണ്. ഭാഷാണോ? ഭാഷാണോ അല്ല, ഭാഷ. എന്ത് ചെയ്യുന്നു? ചാർജ് ചോദിക്കുന്നു. അവളെന്ത് ചെയ്യുന്നു? തൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ആ, ഇതിപ്പോ കരുതപ്പെട്ടെ പട്ടാപ്പക്കം നഗരത്തിന് നടുവ് വെച്ച് ഒരാളെ ക്ലോറൊക്കെ പറഞ്ഞിട്ട് പുറപ്പെട്ടു. പണം കഴിക്കാൻ ശേഷം ഇതിന്റെ മകൻ ഒടുവ് പിടിച്ച് കടന്നു കളയും. എന്താ സാർ വെള്ളം കിട്ടും? ഇതൊരു സാധാരണ കളറാണ്. അച്ഛന്റെ കയ്യിലുള്ള പൈസ ഇതിപ്പോ അങ്ങനെയല്ലോ. ഞാനെന്തോളം ഈ പറയുന്നത്? താനും തന്നെ മനസ്സിലായിപ്പെട്ടുകൂടെ ഈ വീട്ടിൽ കിടന്ന നിശ്ചിതങ്ങളും ദുശകളാണോ ഈ കണ്ടതൊക്കെ? ശ്രീകരണ
ആചരിക്കുന്ന എന്തിനാണ്? അന്നുള്ളവർ കഴിച്ചു മടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കണം. മനസ്സിൽ ചിന്തിച്ച് പഠിക്കാൻ സാധിക്കും. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ട ആരും പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ മതം പഠിപ്പിച്ച മതതരങ്ങളാണ് മറ്റുള്ളവയെ പേരടിച്ചിരിക്കുന്നത്. എനിക്കൊരു 5-6 കാര്യങ്ങൾ കൊടുത്തിട്ട് ഞാൻ മുടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മുതലാളികൾക്ക് മുൻകൊടുക്കാൻ പറഞ്ഞു. കയ്യിൽ ഇനിയാണ് ചാർജർ ഇത്രയും വലിയൊരു ബോക്സ് ആയിരുന്നു. ഇതിനകത്ത് ചാർജറൊന്നും വെച്ച് തരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്ര വലിയ ബോക്സ് തരണം? നമ്മളെ മോശം ഡ്രസ്സില്ല. അതുകൊണ്ടില്ല സൂപ്പർ ഡ്രസ് നമ്മുടെ നാട്ടിലൊരു ചുണ്ടുണ്ട്. ചിലർക്ക് ആന പിടിച്ചാലും ചിലർക്ക് തണലെന്ന് പറയും. ഭ്രാന്തന്മാരുടെ സമതയ്ക്കുള്ള വേലകൾക്ക് ദേശുണ്ടാക്കും. ഞാൻ എനിക്ക് നോക്കുള്ള എല്ലാ സ്ത്രീകളും ചെയ്യുമ്പോൾ ഒരുപോലെ ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീകളാണെന്നൊപ്പം തന്നെ രാജീവ് ഗാന്ധിയെ പോലെ തനു സ്ത്രീയാണ്. രണ്ടാമത്തെ പേര് എൻ്റെ ജീവൻ നെയ്മാണ് രഞ്ജി. ഇതിപ്പോൾ ഞാൻ വെച്ചാലില്ലെങ്കിൽ ഞാൻ കേശം പഠിക്കുന്ന മകനാണ്. പ്രതിസന്ധികളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ യോബിനെ ഞാൻ എൻ്റെ ഹീറോയായിട്ട് എടുത്ത് ന്യൂസിലും ഇതിനൊക്കെ പ്രേക്ഷകർക്ക് വാലിടിക്കുന്ന അഭിമാനമാണ്. സ്ത്രീയോട് പുറകിൽ നെടുലായിട്ട് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. ഓരോ കൊലപാതകവും കഴിഞ്ഞാൽ അവസാനത്തെ കൊലയും കഴിഞ്ഞു. நான் என்னையா சொல்றது? நான் தெலுங்கு பசங்க பிடிச்சி கல்லால் அடிச்சு கொண்டாடுங்க. ఇప్పుడు అందరూ గౌరవ అందరికి ఎగ్జాంపుల్ నానొಬ್ಬ ಈ ಸಿನಿಮಾ ನನಗೀಗ ಎದಕ್ಕಿಂತ ಮುಂಚೆ ರಕ್ಷಕ್ಕಿಂತ ಬಂದಿದ್ದೆ ಪ್ರೊಡ್ಯೂಸರ್ಸ್ ಇನ್ವೆಸ್ಟ್ ಮಾಡಬಾರ್ದು. ಅಲ್ವಮ್ಮ ನಂದು ಹೋಗ್ತೀನಿ ಅಂತ ನಾನು ಹೇಳ್ಕೊಂಡೆ ಜನ ಸೇರ್ತಾರೆ, ಒಂದು ಮಾಡಿ ಸೇರ್ತಾರೆ. ಯಾಕೆಂದ್ರೆ ನಾ ಹೇಳೋದು ಒಂದು ಏನು ಹೇಳ್ತಿದ್ರೆ അന്ന് പുള്ളി ഇഞ്ചോർഡായി. ആ ദിവസം പുള്ളി രാത്രി പടങ്ങൾ എടുത്ത് ദിവസം രാവിലെ നമ്മളെ വിളിക്കുകയാണ്. ഒരുപാട് ശ്രമങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരുന്നത്. കാരണം ആ ശ്രമം ഉണ്ടായിക്കൊണ്ടായിരിക്കും എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്നത് മാത്രം നമുക്ക് എല്ലാവർക്കും ടൈം നമ്മുടെ 10 ദിവസങ്ങളിൽ കാഴ്ചയുടെ വ്യത്യാസമുണ്ട്. പക്ഷെ പ്രേക്ഷകർ കാണാനായിട്ട് ഒരേ പൈസ കൊടുക്കുന്നത് ഒരു ടേക്ക് 2 ടേക്ക് ആകുമ്പോൾ കോൺഷ്യസ് ഇപ്പൊ അതിന് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോഴേക്ക് ഭയങ്കര കോൺഷ്യസ് ആണ്. ഭയങ്കര സ്വയങ്ങളാണ്. അതുകൊണ്ടാണ് പ്രിയനെ വഴിക്കാൻ സമ്മതിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഏറ്റവും കൂടുതൽ ബൈക്ക് ഓടിച്ചിട്ടുള്ള പാടത്തൊക്കെ ഓടിച്ചാടി കളിക്കാൻ പിന്നെ കോളവും ഇതും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാനൊക്കെ പ്രാന്തം പോലെ അറിഞ്ഞിരിക്കും. രാത്രി കിണ്ടിയായിട്ട് ഒന്നും ചെയ്യും. നിങ്ങളെന്നെ പറഞ്ഞു കിണ്ടിയ രാത്രി ഉറക്കം ചെയ്തിരിക്കും. എനിക്ക് ഭയങ്കര പിറ്റേ ദിവസം തന്നെ അവസാനം ചടിക്കുകയും ചെയ്യണം. ഔട്ടാകുമ്പോൾ 10 ഭയങ്കര പാടാണ്. എനിക്ക് അടിക്കുമ്പോൾ 10 എണ്ണത്തിൽ 7 എണ്ണം കൊള്ളും, 3 എണ്ണം ഔട്ടാവും. നമ്പർ നോട്ട് ചെയ്യാം. റൂമിനെ കണ്ടിട്ട് പോകല്ലേ അസുഖം പരിസ്ഥിതി ആൻസർ വെക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഷർട്ട് ഉണ്ടാവോ, പിന്നെ അതിൻ്റെ ആവാണോ? ഈ പഞ്ചത്തോട്ടൊന്നും എനിക്ക് തൊട്ട് മനസ്സിലായി. അണ്ണം വെട്ടിയത് അണ്ണം വെട്ടിയതാ. ഞാൻ അടിച്ച ദിവസമായിരുന്നു. എടാ മോനെ ലൈസൻസ് ഉണ്ടോ? ഇനി എന്റെ ലൈസൻസ് അപ്പാടാണ്. അത് വാങ്ങിച്ചു അങ്ങനെ നോക്കി ഓഫായിട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഭാസ്കര എല്ലാവർക്കും നോക്കി കൊടുക്ക. ഞാൻ പറയട്ടെ, എന്നെ എന്റെ സിനിമ എല്ലാം അടിച്ചു കയറി വാ വാ വാടാ. ഇതാണ് വർഷം കൂടി ഇത് രണ്ടാമത്തെ ഞാൻ പറഞ്ഞപ്പ അവരുടെ വീട്ടുകാരോട് എന്ത് പറയും നിങ്ങൾ? അവരില്ലാതെ നാട്ടിപ്പോ അവനമ്മയോട് ഞാൻ എന്ത് പറയും? പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? വിശുദ്ധനായിരിക്കണം എന്നുള്ള താല്പര്യം ഉദ്ദേശിക്കുന്നത്. കാലം മാറിച്ച പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. നമുക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. Academy Award.
I still can't believe I stand here. டேய் 50 காசு பாதி வாங்கலாம். அதே கவர்மெண்ட் காணாம ஆயிடுச்சு. ஒரு இட்லி 1 ரூபாடா. விக்கிற தண்ணிக்காரன் 10 ரூபாடா. இதை வச்சுக்கிட்டு ஒண்ணு தானே கிடைக்கும். அவங்க இதை புத்தகம் வச்சுக்க அடி கிடைக்கும். போடா. These are different draconic in the story. I think that he bought into the team ethic so much as I could say. And after seeing such a wrong position, you know, yes, people love to be very easy, but that was a fantastic catch, not because ability, but at times you are the wrong place at the wrong time, you catch it. Bogdakia Bolore Katamna Sabata shot traces bullet into the Masaya. Sundar Poratia, Yasu Dunke, huh? Nalaga in the Natakapati, Namal Radical Puria. 3 பேருக்கு ஒருத்தனை எதையா முடி பண்ணாம நான் 3 பேரை சேர்த்து வச்சமா ஒரு கட்சிட்டேன் விளையாட்டை பற்றி நம்ம வெற்றியை பற்றி பிரமாதமா விளையாடுற அப்படி மட்டும்தான் இல்லை அப்படி நினைச்சோம்னா நம்ம பார்க்குற வேலை நம்ம பார்க்கலாம் மனசுல ஆயா 30 வருஷத்துக்கு முதல் தடவை ஒருத்தர் இப்பொழுது ஒத்துக்கலாம் 1% நான் கேட்க போச்சுனா பட் நீங்க இருக்கிறது உனக்கு தான் ஆபத்து இந்த சமயத்தில் நம்ம எல்லாரும் மனுஷன் மேலே வராது மனுஷன் வருவார் ரோலக்ஸ் சிங்கம் வேட்டையாடு காலை செழுப்பார் 50 பசியோடு இருக்கும்போது காடு பட்னி கிடக்கலாம் ரோலக்ஸ் அது என்னடா சொன்னாவ என்ன சொன்னா எனக்கு பிடிச்சவன கோடி பேர் கண்டா அப்படின்ட்டா சாவியோ நீ பராமியா போகும்போ அவன் கேக்குது மட்டும் போற நாய் முன்னே வந்து யாத்துறா ಚೈತ್ರ ಪಾರ್ವತನ ವಾವ್ ಎನ್ನುಲೈ ಮಂಜರಿ ಪೊಂಡ್ರೆ ಯಾರುಡೆ ಈ ಮಂದಿ ಕರ್ಮದ ಬಲಕ್ಕೆ ನಿನ್ನಲೇ ತರಪುಡು ಈ ಮಣ್ಣಿಗೆ ಕೊಡ್ದು ದಾರ್ವಾಳ ಬಾವೆ ವಾವ್ കൊളംബേ വന്നോടി കടവത്തും കാഞ്ചീനെ കണ്ടില്ല
వస్తున్నా ఇక్కడ ఎవరి పాత్ర గాడి లిరికరే రాసుకొని మాడతెట్టి పాడండి. എന്നെ കൂടെ എടുക്കും ഫോട്ടോ, എന്നെ കൂടെ പിടിക്കണം. എങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാവരും കല്യാണം പിടിച്ച് കണ്ടോ വന്നിരിക്കുന്നു. അങ്ങനെ കണ്ടന്റെ പെണ്ണുങ്ങളെല്ലാം വന്നിരിക്കുക. എന്നെ കല്യാണം പിടിച്ചില്ല. അമ്മച്ചി VIP-കൾക്ക് മാത്രമുള്ള ഒരു ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ്. എന്താ വെരി ഇമ്പോർട്ടന്റ് ഫംഗ്ഷനാണ് അമ്മച്ചി. പിന്നെ അതാ വലുത് കയറി കഴിക്കാൻ വരിക എന്ന് പറയുന്നത് മലയാളത്തിൽ. അമ്മച്ചി ഈ കല്യാണം വിളിച്ചാൽ ഞാൻ വിളിച്ചായിരുന്നു. ആ ഇങ്ങോട്ട് കയറി പറയട്ടെ. ഞാൻ ചെല്ലും. കാരണം എന്താണെന്ന് വെച്ചാൽ വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് ചെന്നാണ് ശീലം.